നമസ്കാരം. എല്ലാ കുട്ടികൾക്കും കേരള PSC LDC LGS GK കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 27-ാം തീയതി നടന്ന LGS പരീക്ഷയുടെ മാത്സിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 + 2 × 2 + 2 × 2 - 2 + -2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ബ്രോഡ് മാസ് റൂളാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതിലാദ്യം നമ്മൾ ബ്രാക്കറ്റ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ബ്രാക്കറ്റ് ഉണ്ട്. ഒന്നാമത്തെ ബ്രാക്കറ്റ് ഇത്, രണ്ടാമത്തെ ഇത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഈ +-2 എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്നത്, പോസിറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടി വരുമ്പോൾ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് നമ്പറും കൂടി വരുവാണെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു മൈനസും ഒരു പോസിറ്റീവ് നമ്പറും വന്നാൽ അതും -a ആയിരിക്കും കിട്ടുക. ഇതാണ് ഇതിൻ്റെ റൂള്. ആ റൂൾ പ്രകാരം ഈ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ 2 + 2 × 2 + 2 2 - 2 ഇവിടെ +-2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് -2 എന്ന് വരും. ഇനി അടുത്ത ബ്രാക്കറ്റ് ഏതാണ്? 2 - 2 ആണ്. ഈക്വൽ ടു 2 + 2 × 2 + 2 × 2 - 2 ആണ്. 2 - 2 എത്രയാണ്? 0 ആണ്. അപ്പോൾ 2 × 0 എന്ന് കിട്ടും, -2. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഡിവിഷൻ. ഈ ഒരു ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡിവിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? 2 സ്ഥലത്ത് വരുന്നുണ്ട്. 2 × 2 വരുന്നുണ്ട്, 2 × 0 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 2 + 2 × 2 4 + 2 × 0 0 -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷനാണ്. അഡീഷൻ ഏതൊക്കെയാണ്? 2 + 4 + 0. 2 + 4 + 0 എത്രയാണ്? 6 ആണ്. 6 -2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഉള്ളത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ 6 - 2 4 ആണ്. ഈ ഇക്വേഷൻ്റെ ഉത്തരം 4 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 4 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. 2, 5, 9 എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇത് ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. എനിക്ക് എളുപ്പം എന്ന് തോന്നിയത്, ഇത് ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് പ്ലസ് ചെയ്തിട്ട് ഞാൻ ആ 10ാമത്തെയും 9ാമത്തെയും പദം കണ്ടുപിടിച്ചു, എന്നിട്ട് മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡുകൾ അറിയുമെങ്കിൽ ദയവായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും പഠിക്കാൻ ഉപകാരപ്പെടുന്ന രീതിയിൽ. ഓക്കെ, ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 5 - 2. 5 - 2 ചെയ്തപ്പോൾ 3 എന്നാണ് കിട്ടിയത്. അപ്പോൾ ആദ്യത്തത് 2 + 3 = 5. അടുത്ത ടൈം 9 ആണ്. 9 - 5 ചെയ്തു നോക്കി. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ശ്രേണി എന്ന് പറയുന്നത് പ്ലസ് ഒരു ഡിജിറ്റ് കൂടിയാണ് പ്ലസ് ചെയ്യുന്നത്. മനസ്സിലാവും? 2 + 3 5 + 4. അപ്പോൾ അടുത്തത് എന്ത് വരും? 9 + 5 എന്ന് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ 10 ടേംസ് കണ്ടുപിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട, അത് പ്ലസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ പ്ലസ് ചെയ്താണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ 10 ടേംസ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം 2. ഈ ഒരു ശ്രേണിയിലെ ആദ്യത്തെ ടേം 2 ആണ്. 1 + 3 = 5. ഇത് രണ്ടാമത്തെ ടേം. +4 = 9. മൂന്നാമത്തെ ടേം +5. 9 + 5 എത്രയാണ്? 14. ഇത് നാലാമത്തെ ടേം. 14 + 5 കഴിഞ്ഞു 6. എത്രയാണ്? 14 6 20 ആണ്. അതാണ് അഞ്ചാമത്തെ ടേം. ഇനി എത്രയാണ്? 6 കഴിഞ്ഞു 7 +7 എത്രയാണ്? 20 + 7 എത്രയാണ്? 27. ഇത്
ആറാമത്തെ ടേം പ്ലസ് 8 27 പ്ലസ് 8 35 കിട്ടും. ഓക്കെ, ഏഴാമത്തെ ടേം 35 പ്ലസ് 9 5 9 സോറി 44 കിട്ടും. ഇത് എട്ടാമത്തെ ടേം പ്ലസ് 10 54 കിട്ടും. ഇത് ഒമ്പതാമത്തെ ടേം പ്ലസ് 11 54 പ്ലസ് 11 എത്രയാണ്? 65. ഓക്കെ, ഇത് 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് പോലും വേണ്ട, ഇത്രയും പെട്ടെന്ന് കൂട്ടിയൊക്കെ പോയാൽ മതി. ഇപ്പം നമുക്ക് 2 ടേംസ് കിട്ടി, 9ാമത്തെ ടേം കിട്ടി, 10ാമത്തെ ടേം കിട്ടി. ഇനി ജസ്റ്റ് ഇതിൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്താൽ മതി. ഇതാ ഇപ്പം നമ്മുടെ ശ്രേണി എങ്ങനെ? 2 5 9 പിന്നെയുള്ള സംഖ്യകൾ അവസാനം 65 54 9ാമത്തെയും 10ാമത്തെയും പദങ്ങൾ കിട്ടി. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ക്ഷമിക്കണം, ശ്രേണി എഴുതിയപ്പം തിരിഞ്ഞു പോയതാണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രേണി 2 5 9 9ാമത്തെ ടേം 54 10ാമത്തെ ടേം 65 അപ്പോൾ 10ാമത്തെ ടേമും 9ാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. 65 മൈനസ് 54 എത്രയാണ്? 5 മൈനസ് 4 1 6 മൈനസ് 5 11 11 ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 11. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം വായിക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏതാണ്? 4 ഓപ്ഷൻസ് 73 78 63 33. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം 63 33 3ന്റെ ഗുണിതമാണെന്ന്. എന്നാൽ തന്നെ 3ന്റെ ഗുണിതം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 3ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്പറിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ഉണ്ടോ ആ ഡിജിറ്റ്സ് എല്ലാം നമ്മൾ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് 3ന്റെ ഗുണിതമാണെങ്കിൽ ആ ഒരു സംഖ്യയും 3ന്റെ ഗുണിതമായിരിക്കും. അതാണ് 3ന്റെ ഗുണിതം കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്തു നോക്കാം. ഈ എല്ലാ ക്വസ്റ്റ്യനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം അതാണ് ചെയ്യാൻ ഉള്ള ഒരു വഴി. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ 73 ഏതൊക്കെയാണ് 73ന്റെ സംഖ്യകൾ? 7 3 7 3 തമ്മിൽ കൂട്ടി നോക്കുക. 7 3 എത്രയാണ്? 10. 10 3ന്റെ ഗുണിതമാണോ? അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉത്തരം കിട്ടി 73. 73 ഉത്തരം. എങ്കിലും നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സംഖ്യ 7 8 7 പ്ലസ് 8 7 8 എത്രയാണ്? 15. 15 3ന്റെ ഗുണിതമാണല്ലോ, അറിയില്ലേ? 3ഉം 5ഉം 15. അടുത്ത 63. 63 കാണുമ്പോൾ തന്നെ നമുക്കറിയാം 3ന്റെ ഗുണിതമാണ്. എങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. 6ഉം 3ഉം 6 3 എത്രയാണ്? 6 പ്ലസ് 3 9. 9 3ന്റെ ഗുണിതമാണ്. 3 × 3 9. ഓക്കെ, അടുത്ത 33. 33 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 3 × 11 33. എങ്കിലും ഇത് ചെയ്ത് കാണിക്കാം. 3 പ്ലസ് 3 3 3 എത്രയാണ്? 6. 6 3ന്റെ ഗുണിതമാണ്. 3 × 2. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? 73 ഉത്തരം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. a = x² + 2y b = 2x² + 4y ആയാൽ a + b/3യുടെ വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഞാൻ എഴുതുന്നില്ല, ഞാൻ നേരെ ഉത്തരം കണ്ടുപിടിക്കുകയാണ്. ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. എയും ബിയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a + b ആണ് ആദ്യം. അപ്പം നമ്മൾ ആദ്യം ഈ ഇക്വേഷൻസ് രണ്ടും എടുത്തെഴുതുക. താഴെ a = x² + 2y b = 2x² + 4y എന്ന് കിട്ടും. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. പരീക്ഷയിൽ ഇങ്ങനെയൊന്നും 1 2 എന്നൊന്നും ഇടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 1 2 എന്നൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ.
പരീക്ഷയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്തെഴുതി അപ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a+b/3 ആണ്. നമുക്ക് കിട്ടേണ്ടത് a+b ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് a+b കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ്റെ ഈ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഉള്ള സൈഡ് അറിയപ്പെടുന്നത് LHS എന്നും റൈറ്റ് ഉള്ള സൈഡ് അറിയപ്പെടുന്നത് RHS എന്നുമാണ്. LHS RHS ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ LHSലുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൾജിബ്ര തമ്മിൽ പ്ലസ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു ഇടുക. RHSലുള്ള ഡിജിറ്റ്സ് അതായത് എക്സ് സ്ക്വയറുള്ള ടേംസ് പ്ലസ് ചെയ്യുക, y ഉള്ള ടേംസ് പ്ലസ് ചെയ്യുക. ഒരിക്കലും എക്സ് സ്ക്വയറും എക്സും ഉള്ള ടേംസ് കൂട്ടരുത്. എക്സ് ക്യൂബും എക്സ് സ്ക്വയറും തമ്മിൽ കൂട്ടരുത്. എക്സ് സ്ക്വയർ ഉള്ള ഏതൊക്കെ ടേംസ് ഉണ്ടോ അത് കൂട്ടുക, y ഉള്ള ഏതൊക്കെ ടേം ഉണ്ടോ അത് കൂട്ടുക, y² ഉള്ളത് അങ്ങനെ കൂട്ടുക. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. AB എന്നുണ്ടെങ്കിൽ AB ഉള്ള ടേംസ് മാത്രമേ കൂട്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം 1+2 ചെയ്യാൻ പോകണം നമ്മൾ. ഇക്വേഷൻ 1 + ഇക്വേഷൻ 2. അപ്പം എന്ത് കിട്ടി? a+b. a+b എത്രയാണ്? ഈക്വൽ ടു ഇവിടെ 2x² ടേംസ് ഉണ്ട്. x² + 2x². x² + 2x². x എത്രയാണ്? 3x² ആണ്. ഓക്കെ, പ്ലസ് 2y + 4y എത്രയാണ്? 6y ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. a+b = 3x² + 6y. നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷൻ എന്താണ്? a+b = 3x² + 6y. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a+b/3 ആണല്ലോ. a+b / 3. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ഈക്വൽ ടുവിൻ്റെ ഈ LHS സൈഡിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ RHS സൈഡിലും ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ × 2 ചെയ്യുകയാണെങ്കിൽ ഈ സൈഡും × 2 ചെയ്യുക. ഇതാണ് മാത്സിൻ്റെ റൂള്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ divide/3 ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3x² + 6y/3 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ടേമിൽ 3x² + 6y 3 എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. രണ്ടിനും 3 ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നും 3 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ 3 × 1 ആണല്ലോ. അപ്പോൾ നമ്മൾ 3 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ x² എന്ന് കിട്ടും. ഓക്കെ, ഇത് 3 × 2 ആണല്ലോ 6. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് ബാക്കിയുണ്ട്? 2y ബാക്കിയുണ്ട്. പ്ലസ് 2y എന്ന് കിട്ടും /3. ഓക്കെ, ഈ 3. അപ്പോൾ മേളിലെയും താഴത്തെയും 3 വെട്ടിപ്പോവും, അറിയാലോ. നമുക്ക് എന്ത് കിട്ടി? a+b/3 = x² + 2y എന്ന് കിട്ടി. ഓക്കെ, ഈ x² + 2y എന്താണ്? ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു a = x² + 2y. നമ്മൾ ഈ ഒരു ടേം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഓപ്ഷൻ അതിലില്ല, x² + 2y ഇല്ല. അപ്പം നമ്മൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a = x² + 2y ആണ്. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? a ആണ് ഉത്തരം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? a ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. x² + 2y എന്നത് ഈ ക്വസ്റ്റ്യനിലെ a എന്ന ടേമിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് a ആണ് ഉത്തരം. ഓക്കെ, അങ്ങനെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം a ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ് ഇതാണ്: 10 + 4, 14 - 0, 14 × 0, 14 + 0. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. 14 + 0 ഇവിടെ 0 ആണ്. ബാക്കി സംഖ്യകളെല്ലാം 14 കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട്, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 10 + 4 എത്രയാണ്? 14 ആണ് ആണല്ലോ. 14 - 0 എത്രയാണ്? 14 ആണ്. 14 × 0 എത്രയാണ്? 0 ആണ്. ഓക്കെ,
14 പ്ലസ് 0 എത്രയാണ്? 14 ഈ ഇപ്പം തന്നെ മനസ്സിലായല്ലോ ഏതാണ് ഒറ്റയാണെന്ന്. 14 ഇൻറ്റു 0 ആണ് ഒറ്റയാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം 14 ഇൻറ്റു 0 ആണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 ആണ്. ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു 1 എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയാണ്. ഈ ഒരു മെത്തേഡാണ് ഈ കണക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. വലിയ കണക്കിലൊക്കെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും എഴുതി വെച്ചത്. ഇതോടുകൂടി 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ബാക്കി 5 ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. ഈ ചെയ്ത 5 ക്വസ്റ്റ്യൻസിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതല്ലാതെ ഞാൻ ചെയ്ത് കാണിച്ച ഒരു മെത്തേഡ് അല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മെത്തേഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി വേറൊരു മെത്തേഡ് അറിയുമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും പഠിക്കാനായിട്ട് ഉപകാരപ്പെടുമല്ലോ. എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ നന്ദി.